സംതിങ് വെരി ബാഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന സീരീസിന്റെ ആവേശകരമായ അന്ത്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 7ാം എപ്പിസോഡ് തുടങ്ങുന്നത് കല്യാണത്തിന് ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്ന ദൃശ്യങ്ങളോടെ. വിവാഹ ചടങ്ങുകൾ തുടങ്ങാൻ ഇനി വെറും 1 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ അന്തരീക്ഷം അത്ര സുഖകരമല്ല. ബോധരഹിതയായി കിടക്കുന്ന വിക്ടോറിയയുടെ മുറിയിൽ നിക്കിയും കുടുംബവും വലിയ തർക്കത്തിലാണ്. ഡോക്ടറായ ജൂൾസ് പരിശോധിച്ച് സ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട്. ബ്രെയിൻ ട്യൂമറിന്റെ ആണ് ഈ ബോധം കെടൽ. തൽക്കാലത്തേക്ക് ഡ്രിപ്പൊക്കെ ഇട്ട് കിടത്തി. ഇപ്പോൾ വിക്ടോറിയയ്ക്ക് ബോധം വരാത്ത സാഹചര്യത്തിൽ കല്യാണം ഉപേക്ഷിക്കണോ വേണ്ടോ എന്നതാണ് അവരുടെ തർക്കവിഷയം. പോർഷ്യയ്ക്ക് കല്യാണം മാറ്റിവെക്കുന്നതിനോടാണ് താല്പര്യം. എന്നാൽ ഇത് തീരുമാനിക്കാൻ അവൾക്ക് അധികാരമില്ലെന്ന് മറ്റുള്ളവർ അവളെ ഓർമ്മിപ്പിക്കുന്നു. ദേഷ്യം വന്നു നിൽക്കുന്ന പോർഷ്യ നിക്കിയോട് ചോദ്യം ചോദിക്കുന്നു. നിനക്ക് വേണ്ടത് റേച്ചലിനാണോ അതോ നിന്റെ അമ്മയാണോ? കൂടാതെ തന്നെക്കൊണ്ട് ഡെവിളിനെ വിളിപ്പിച്ചത് റേച്ചലാണെന്നും അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നതെന്നും അവൾ കുറ്റപ്പെടുത്തുന്നു. തർക്കം മുറിയപ്പോൾ റേച്ചൽ ഇടപെടുന്നു. അവൾ പോർഷ്യയോടായി, എടി പിശാശേ, ഞാൻ പിശാചിനെ അല്ല, എന്നെ മുത്തശ്ശിയാണ് വിളിച്ചു വരുത്തിയെന്ന് അരിശത്തോടെ വ്യക്തമാക്കുന്നു. ഒടുവിൽ ഈ വിവാഹം എന്തായാലും നടക്കണം, നമ്മളെല്ലാം സന്തോഷത്തോടെ അത് പങ്കുകൊള്ളണം. വിക്ടോറിയ അവരുടെ സ്വപ്നത്തിൽ ആ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കുമെന്നൊക്കെ പറഞ്ഞ് എന്ത് സംഭവിച്ചാലും താൻ നിക്കി വിവാഹം കഴിക്കുമെന്ന് അവൾ പ്രഖ്യാപിക്കുകയാണ്. മുറിയിലെ കലപില സഹിക്കാൻ വയ്യാതെ ദേഷ്യം വന്ന് ബോറിസ് എല്ലാവരെയും വിക്ടോറിയയുടെ മുറിയിൽ നിന്ന് പുറത്താക്കുന്നു. ആർലീൻ പറഞ്ഞ ആ കാര്യങ്ങൾ എന്താണ്? ലിവിങ് ഡെഡ് എന്നതൊരു ആഭിചാര കർമ്മമാണ്. തൻ്റെ ജീവൻ രക്ഷിക്കാനായി ആ കർമ്മം ചെയ്യാൻ റേച്ചൽ തീരുമാനിക്കുന്നു. ഇതിനെ സഹായിക്കാൻ അവൾ നെല്ലിയോടും ജൂൾസിനോട് ആവശ്യപ്പെടുകയാണ്. ഭാഗ്യവശാൽ ആർലീൻ്റെ ബാധികർ കൂടിയ പോർഷ്യയുടെ തന്നെ കൈവശമുണ്ടായിരുന്ന ആ പഴയ ആഭിചാര പുസ്തകം എബൌട്ട് സൂപ്പർ നാച്ചുറൽ റിച്വൽസ് അത് റേച്ചലിന് ലഭിക്കുന്നു. അതിൽ സോൾമേറ്റ് ആകാനുള്ള ഈ കർമ്മം എങ്ങനെ ചെയ്യണമെന്നതിനെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. ഈ കർമ്മം പൂർത്തിയാക്കിയാൽ റേച്ചൽ നിക്കിയുടെ പെർഫെക്റ്റ് സോൾമേറ്റ്, ഏറ്റവും അനുയോജ്യമായ പങ്കാളിയായി മാറുമെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. എന്നാൽ അതത്ര എളുപ്പമല്ല. വളരെ നിർണായകമായ ചില കാര്യങ്ങൾ ഇതിനായി ആവശ്യമാണ്. റേച്ചലിൻ്റെ ശരീരത്തിലെ ഒരു അസ്ഥി, നിക്കിയുടെ സീഡ്, ബീജം എന്നിവ അതിൽ പ്രധാനമാണ്. ഒപ്പം വിക്ടോറിയയുടെ തലമുടി, അത് മോഷ്ടിച്ചത്, പിന്നെ ഒരു അഡ്വൈസറുടെ കുറച്ച് രക്തവും. അതാണ് സംതിങ് ഡെഡ്, സംതിങ് ലിവിങ്, സംതിങ് സ്റ്റോളൻ ആൻഡ് സംതിങ് റെഡ്. ഇതെല്ലാം ഒപ്പിച്ച് ഒരുമിച്ചാക്കി കലക്കി കുടിക്കണം. അപ്പോൾ സോൾമേറ്റ് ആവും. പക്ഷേ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഭീകരമാണ്. റേച്ചൽ ജീവിതകാലം മുഴുവൻ തൻ്റെ ഭർത്താവിൻ്റെ കീഴിൽ അടിമയായി ഒരാഗ്രഹങ്ങളോ ആശാപോഷകളോ ഇല്ലാതെ യാന്ത്രികമായി ജീവിക്കേണ്ടി വരും. റേച്ചലും നെല്ലും ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിക്കണമെന്ന് സംസാരിക്കാൻ പിരിയുമ്പോൾ ജൂൾസ് അവർക്കുണ്ട് സഹായങ്ങൾ ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. നെൽ റേച്ചലിനെ ഈ അപകടകരമായ നീക്കത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. നമ്മൾ മനസ്സുകൊണ്ടെടുത്തെന്ന് ഉറപ്പായാൽ സോൾമേറ്റ് അല്ലേ, പിന്നെന്തിനാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് ഈ മെനക്കെട്ട പരിപാടിയിൽ നിന്ന് മനസ്സ് മാറ്റിക്കാൻ ശ്രമിക്കുന്നെങ്കിലും റേച്ചൽ ഉറച്ച തീരുമാനത്തിലാണ്. തൻ്റെ അമ്മയുടെ ഗതി തനിക്ക് വരരുത്. കഴിഞ്ഞ ഒരാഴ്ച പലത് പറഞ്ഞ് എല്ലാം തിരഞ്ഞു പിടിച്ച ഒടുക്കം ഇന്നലെ ആർലീൻ്റെ ആത്മാവ് വരെ എത്തി. ഇനി ഇതിലൊന്നും വിശ്വസിക്കാതിരിക്കുന്ന എങ്ങനെ? ഇതിൻ്റെ അനന്തരഫലങ്ങൾ എന്തായാലും തനിക്ക് ജീവിച്ചിരിക്കണം എന്ന് ഉറപ്പ് കിട്ടിയാൽ മതി എന്നവൾ നെല്ലിയോട് പറയുന്നു. പോർഷ്യ വിടുന്ന ലക്ഷണമില്ല. ഈ സമയത്ത് അവൾ വീണ്ടും വന്നിട്ട് കല്യാണം നിർത്തിവെക്കാൻ പോവുകയാണെന്ന് അറിയിക്കുന്നു. എന്നാൽ വിക്ടോറിയാണ് ഈ കല്യാണം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചെന്ന് റേച്ചൽ അവളെ ഉറപ്പിക്കുന്നു. 3 ദിവസം മുന്നേ ഒരു കല്യാണത്തിന് ഒരു താല്പര്യവും കാണിക്കാതെ അകന്ന് നിന്നിട്ടിപ്പോൾ ഇങ്ങനെ പെരുമാറുന്നതിനുള്ള അമർഷം പോർഷ്യ റേച്ചലിനോട് പ്രകടിപ്പിക്കുമ്പോഴാണ് കതക് മുട്ടുന്നത്. കല്യാണത്തിന് സാക്ഷ്യം വഹിക്കാൻ അതിഥികൾ എത്തി തുടങ്ങിയിരിക്കുന്നു. കതക് തുറക്കുമ്പോൾ ആദ്യം തന്നെ കയറി വരുന്നവരാ? ആ വൃദ്ധൻ, ദ ഇമ്മോർട്ടൽ വിറ്റ്നസ്. ഒപ്പം മറ്റു ഗസ്റ്റുകളും കടന്നു വരുമ്പോൾ അടുത്ത പ്രശ്നം. ജൂഡ് വന്ന റേച്ചലിനോട് പറയുന്നൊരു കാര്യം, വിവാഹത്തിന് മോതിരങ്ങൾ കാണാനില്ല. നെട്ടോട്ടത്തിനിടെ അടുത്ത നെട്ടോട്ടവുമായി മോതിരം തിരയുന്നതിനിടയിൽ റേച്ചൽ ആ വിറ്റ്നസിനെ കണ്ടുമുട്ടുന്നു. ഇന്നത്തെ സൂര്യാസ്തമയം 4:44 അത് കഴിഞ്ഞാൽ എല്ലാറ്റിനും ഒരു തീരുമാനമുണ്ടാകും. അയാൾ അവളുടെ അവസാന നിമിഷങ്ങളാണ് ഇതെന്ന് പറഞ്ഞ് പരിഹസിക്കുകയും മോതിരം എടുത്തെന്ന് പറഞ്ഞ് റേച്ചൽ സംശയിക്കുന്നത് കണ്ട് താൻ ഓരോ പരിപാടികൾക്കും ശേഷമാണ് അടുത്ത ഓർമ്മയ്ക്കായി ചില സാധനങ്ങൾ ശേഖരിക്കാറുള്ളതെന്നും വെളിപ്പെടുത്തുന്നു. റേച്ചലിൻ്റെ അമ്മയുടെ മാലയും അച്ഛൻ്റെ ടൈയുമാണ് അയാളിപ്പോൾ ഈ വിവാഹത്തിന് ധരിച്ചിരിക്കുന്നത്. ദേഷ്യം വന്ന റേച്ചൽ, താനൊന്ന് പോടോ, ഇന്നൊരു സാധനവും കിട്ടാൻ പോണില്ലെന്നും ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് കല്യാണം കഴിക്കുമെന്നും അയാളോട് പറയുന്നു. അവൾ മനഃപൂർവ്വം അയാൾ നീട്ടിയ വൈൻ കുടിച്ചിട്ട് കയ്യിൽ നിന്ന് ഗ്ലാസ് അയാളുടേതിൽ തട്ടി പൊട്ടിക്കുകയും അതിൽ പുരണ്ട അയാളുടെ രക്തം ഒരു കഷ്ണം കുപ്പിച്ചില്ല് ശേഖരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം ഓക്കെ, ബ്ലഡ്. അതേസമയം നെൽ പ്ലാനുകൾ ജൂൾസിനോട് വിശദീകരിക്കുന്നതും സഹോദരൻ്റെ ജീവൻ രക്ഷിക്കാൻ അവരെന്ത് ചരിത്രത്തിനും കൂടുണ്ടെന്ന് പറയുന്നു. ഇതിനിടയിൽ അതിഥികൾ ഓരോരുത്തരായി വന്ന് റേച്ചലിനോട് കല്യാണ വസ്ത്രത്തെക്കുറിച്ചും മറ്റും ചോദിച്ച് ശല്യപ്പെടുത്തുന്നുണ്ട്. ഇനി അടുത്തത് സംതിങ് സ്റ്റോളൻ, വിക്ടോറിയയുടെ മുടി. റേച്ചൽ രഹസ്യമായി വിക്ടോറിയയുടെ മുറിയിലേക്ക് എത്തുന്നു. കർമ്മത്തിനാവശ്യമായ ഒന്നായതിനാൽ അമ്മയുടെ ഏതാനും മുടിയിഴകൾ അവൾ മുറിച്ചെടുക്കുന്ന സമയം തന്നെ ബോറിസ് അവിടേക്ക് വരികയും അവളവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുവാണ്. വിക്ടോറിയയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വന്നാണെന്ന് റേച്ചൽ കള്ളം പറയുന്നു. ബോറിസ് വിക്ടോറിയയുടെ അരികിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മരണമരുന്ന്, ലീത്തൽ ഇഞ്ചക്ഷൻ ഇരിക്കുന്ന റേച്ചൽ ശ്രദ്ധിക്കുന്നു. വിക്ടോറിയയുടെ ജീവൻ അവസാനിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ബോറിസിനെ പിന്തിരിപ്പിക്കാൻ അവൾ ശ്രമിക്കുന്നു. എന്നാൽ വിക്ടോറിയയുടെ ബോധം മറഞ്ഞു പോവുകയാണെന്നും അവളായിരിക്കുമ്പോൾ തന്നെ മരിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നതെന്നും ബോറിസ് വിഷമത്തോടെ ഇരിക്കുന്നു. എന്തായാലും മുടി കൈക്കലാക്കി നേരെ വീണ്ടും നെല്ലിനെയും ജൂൾസിനെയും കണ്ടെത്തി ചെല്ലുവാണ് സംതിങ് ഡെഡിനായി. കർമ്മത്തിന് റേച്ചലിന് തന്നെ അസ്ഥി വേണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ജൂൾസിൻ്റെ നിർദ്ദേശപ്രകാരം കാലിൻ്റെ ചെറുവിരൽ മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചങ്ങനെ ആ വിരൽ മുറിച്ചു മാറ്റുന്ന മെയിൽ വിരിക്കുന്ന കാഴ്ച. ആ അലർച്ച ആഘോഷങ്ങൾക്കിടയിൽ വരെ പ്രതിധ്വനിക്കുന്നുണ്ട്.
വേദന സഹിച്ചും അവളത് ചെയ്തങ്ങനെ വിവാഹ ചടങ്ങിന് ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ എന്ന് മനസ്സിലാക്കി നിക്കിയെ കാണാനായി മുറിയിലേക്ക് പോകുന്നു. ഇനി ഒന്നുകൂടെ വേണ്ടേ സംതിങ് ലിവിങ്. നിക്കി വലിയ മാനസിക സമ്മർദ്ദത്തിലാണ്. തൻ്റെ മാതാപിതാക്കളുടെ രഹസ്യങ്ങൾ അറിഞ്ഞതോടെ താൻ ആരാണെന്ന് പോലും അവർ നിശ്ചയമില്ലാതായിരിക്കുന്നു. റേച്ചലിൻ്റെ പിതാവിനെ വിളിച്ചു വരുത്തി അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. തൻ്റെ അമ്മയോട് ചാടിക്കയറി ഇപ്പോൾ അവർ കനക്കമില്ല. മനസ്സുകൊണ്ട് തകർന്നു നിൽക്കുന്ന നിക്കി ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കിയ റേച്ചൽ അവനെ ആശ്വസിപ്പിക്കുന്നു. നിക്കി ഒരു നല്ല മനുഷ്യനാണെന്നും അവൻ സ്വയം ഇങ്ങനെ ഇത്ര കഠിനമായി പെരുമാറുമെന്നും അവൾ പറയുന്നു. ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് അവർ എത്രമാത്രം വലിയ സ്നേഹത്തിലായിരുന്നു. ഒരുമിച്ചൊന്നായി കഴിഞ്ഞു വന്നതാണെന്ന് നിക്കി ഓർത്ത് പറയുമ്പോൾ റേച്ചലും അത് ശരിവെച്ച് സംസാരിച്ച് താൻ കഴിഞ്ഞ രാത്രി നെല്ലിനെ ചുംബിച്ച കാര്യം പറയുന്നു. എന്നാൽ അത് നിക്കി ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു, അതും ജൂൾസ് പറഞ്ഞിട്ട്. ജൂൾസിനോട് നെൽ തന്നെ പറഞ്ഞതാണെന്നും അവർ തമ്മിലുള്ള കണക്ഷൻ അങ്ങനെയൊക്കെയാണെന്നും പറഞ്ഞ് ഇരുവരും മെല്ലെ ചുംബിച്ച് അവർ കൂടുതൽ റൊമാൻറ്റിക് ആവുകയാണ്. അവിടെ വെച്ച് അവർ പരസ്പരം ഇണചേർന്ന് ഒരു വലിയ റിലാക്സേഷൻ ഉണ്ടായി നിന്ന് നിക്കിയുടെ മനസ്സ് ക്ലിയർ ആകുമ്പോൾ പുറത്തുനിന്ന് പോർഷ്യയുടെ വാർത്ത. വിക്ടോറിയയ്ക്ക് ബോധം വന്നിരിക്കുന്നു. റേച്ചലിനോട് പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ നിക്കിയുമായിട്ടുള്ള സംസാരം അവളെ വല്ലാതെ ഫീലാക്കിയിട്ടുണ്ട്. പറഞ്ഞ പോലെ ഒരു മറയും കുഴപ്പമില്ലാതെ പ്രണയിച്ച് വന്നവരാണ് ഇവിടേക്ക് കല്യാണത്തിലെത്തും വരെ. എന്നാൽ ഇപ്പോൾ മൊത്തം കുഴങ്ങിയ അവസ്ഥ. അവർ ബന്ധപ്പെട്ടതിലൂടെ റേച്ചൽ നിക്കിയുടെ ബീജവും കൈക്കലാക്കി അത് പിന്നെ മുടിയും അവളുടെ വിരലും ആ ചോരയും എല്ലാം ഇട്ട് ഡ്രിങ്ക്സിൽ കലർത്തുവാണ് കുടിക്കാൻ. ഈ വൃത്തിയായിട്ട സാധനം കുടിച്ച സോൾമേറ്റ് ആവുമെന്നാണ് പറയുന്നത്. ഇതിലും ഭേദം സിംഗിളായിട്ടിരിക്കുന്ന. വിക്ടോറിയ വലിയ കുഴപ്പമൊന്നുമില്ലാതെ റെഡി ആവുമ്പോൾ ഒരു പ്രശ്നമില്ലേ, മോതിരം. ജൂഡി ഇവരും നെല്ലിനോട് പറയുന്നതും അവരെന്ത് ചെയ്യുന്നു, തൻ്റെയും ജൂൾസിൻ്റെയും മോതിരം ഊരി ജൂഡിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അത് വധുവരന്മാർക്ക് അണിയാമെന്ന് പറയുന്നു. പക്ഷേ ഇവിടാണ് പോർഷ്യയുടെ കള്ളത്തരം തെളിയുന്നത്. അവളാണ് മോതിരം ഒട്ടിച്ചത്. പന്നിച്ച് കല്യാണം നടത്താതിരിക്കാൻ ഒപ്പിച്ച പണിയായിരുന്നു. ഇപ്പോൾ എന്തായാലും തിരിച്ചു കൊടുത്തല്ലോ, നല്ല കാര്യം. ഊരിയ മോതിരം അവർ തിരികെ അണിയുകയും ചെയ്യുന്നു. നെല്ലിൻ്റെ കയ്യിലേക്ക് ജൂൾസ് മോതിരം ഇട്ട് കൊടുക്കുമ്പോൾ അവൻ ഇപ്പോഴും അവളുടെ സ്നേഹത്തിന് കുറവൊന്നുമില്ല എന്ന് മനസ്സിലാക്കാം. വെഡ്ഡിംഗ് മൂഡ് ഓണായിരിക്കുവാണ്. വിവാഹ മണ്ഡപത്തിൽ നിക്കി മാതാപിതാക്കളും കുടുംബവുമെല്ലാം അവിടെ ഒത്തുകൂടി നിൽക്കുന്ന മധുര നിമിഷം. എല്ലാവരും ഇനി റേച്ചലിൻ്റെ വരവിനായി ആകാംക്ഷയോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മരണം, ഡെത്ത് അവിടെ ചുറ്റിപ്പറ്റിത്താനുണ്ട്. അവളവിടേക്ക് ഇങ്ങനെ മാലാഖയെ പോലെ നടന്ന് വരുമ്പോൾ അത് കുടിച്ചിട്ടുണ്ടാവോ സംശയം ബാക്കി. ഒന്നുകിൽ ചോര അല്ലെങ്കിൽ ചേരാം ഒരുമിച്ച്. ഏതെങ്കിലും ഒന്ന് ഇന്ന് നടക്കും. നമ്മൾ അവസാന കാഴ്ചകളിലേക്ക് കിടക്കുന്നത് ഈ കഥയുടെ ആദ്യം കണ്ട ആ കാഴ്ചയിലൂടെയാണ്. അതിഥികൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ റേച്ചൽ ആ ഇടനാഴിയിലൂടെ നടന്നങ്ങനെ വരുന്നു, ഒരു എക്സ്പ്രസിനെ പോലെ. എന്നാൽ അവൾ ആ വിചാരക്കൂട്ട് കുടിച്ചോ ഇല്ലയോ എന്ന് സംശയിച്ച് നിൽക്കുന്ന ആർക്കും അറിയാമല്ല. ആ ഇമ്മോർട്ടൽ വിറ്റ്നസ്സും നോക്കിയിരിക്കെ അവൾ ആൾത്താരയിലേക്ക് കയറി നിക്കിയുമൊത്ത് നിന്ന ശേഷം അവളുടെ വിവാഹ പ്രതിജ്ഞ. യാദൃശികമായി കണ്ടുമുട്ടി ഒരു റെൻ്റൽ കാറിൽ യാത്ര ചെയ്ത് തുടങ്ങിയ പ്രണയം അത് പടർന്ന് പന്തലിച്ച് ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നതിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ച ശേഷം അവൾ ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ പഠിച്ചൊരു കാര്യം, ലോകത്ത് ഈ പ്രണയത്തിനോ വിവാഹത്തിനോ ഒന്നും സ്ഥിരതയില്ല. ആകെ സ്ഥിരതയുള്ളത് മരണത്തിന് മാത്രമാണ്. ഇത്രയേറെ അടുത്ത് ഒരുമിച്ചിട്ടും തങ്ങളുടെ സ്നേഹത്തിൽ ഉറപ്പുണ്ടോ എന്ന് ആകുലപ്പെടുന്നതിൽ അർത്ഥമില്ല. നിക്കിയോടുള്ള സ്നേഹത്തിൽ താൻ വിശ്വസിക്കുന്നുണ്ടെന്നും അവൻ തന്നെയാണ് തൻ്റെ ആത്മമിത്രം എന്നും റേച്ചൽ ഉറപ്പിച്ച് പറയുന്നു. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, നമ്മൾ എങ്ങനെയാണോ അതിൽ വിശ്വസിക്കുന്നു എന്ന് ഇമോഷണലായ ഒരു പ്രസംഗം അങ്ങോട്ട് കാച്ചുമ്പോൾ സംഭവം പറഞ്ഞതല്ല, അവൾ ആ കലക്കി വെച്ചിട്ടുള്ള പാനിയും കുടിച്ചിട്ടില്ല. നിക്കിയുടെ മേൽ അവൾക്ക് ഫെയ്ത്തുണ്ട്, തങ്ങളുടെ സ്നേഹത്തിൽ വിശ്വാസമുണ്ടെന്നും തങ്ങൾ ഒന്നു തന്നെയാണെന്നും എന്ന തീരുമാനത്തിൽ അവൾ അങ്ങനെ നിൽക്കുമ്പോൾ അടുത്തത് ഇതെല്ലാം കേട്ട് നിൽക്കുന്ന നിക്കിയുടെ വീട്. അവൻ്റെ ആദ്യ സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ച് മോതിരമിടിൽ ചടങ്ങിൽ റേച്ചൽ വളരെ സന്തോഷത്തോടെ നിക്കിയുടെ കയ്യിലേക്ക് മോതിരം അണിഞ്ഞ ശേഷം നിക്കിയുടെ വീടമെത്തുമ്പോൾ അവൻ സ്തബ്ധനായി നിൽക്കുവാണ്. കഴിഞ്ഞ 5 ദിവസത്തെ സംഭവങ്ങൾ തൻ്റെ ചിന്താഗതിയെ പൂർണ്ണമായും മാറ്റിമറിച്ചുവെന്ന അവൻ്റെ തിരിച്ചറിവ്. ജീവിതത്തെക്കുറിച്ചോ പ്രണയത്തെക്കുറിച്ചോ വിവാഹത്തെക്കുറിച്ചോ താൻ വിശ്വസിച്ചിരുന്ന ഒന്നും ശരിയല്ലെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഇതെല്ലാം അവനെക്കൊണ്ട് പറയിക്കുന്നത് മാതാപിതാക്കളുടെ ദാമ്പത്യത്തിലെ ആ ഡാർക്ക് സീക്രട്ടും സഹോദരൻ ഡിവോഴ്സാൻ പോകുന്നതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ്. സ്നേഹത്തിൽ വിള്ളലുണ്ടാക്കുന്ന കല്യാണം എന്ന ഈ നശിച്ച പരിപാടിക്ക് താൻ ഇല്ലെന്നും നമ്മൾ പഴയതുപോലെ എങ്ങനെയോ അതുപോലെ പരസ്പരം സ്നേഹിച്ച് പരസ്പരം മനസ്സിലാക്കി തന്നെ തുടരാമെന്ന് സംസാരിക്കുന്നു. നിക്കി കല്യാണം വേണ്ടെന്ന് വെച്ചത് എല്ലാവരും ഞെട്ടിച്ചു, പ്രത്യേകിച്ച് റേച്ചലിനെ. അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ രണ്ടുപേരും മറ്റൊരു മുറിയിലേക്ക് മാറി നിന്ന് കടുത്ത തർക്കം തുടങ്ങുന്നു. അവളാവുന്നത്ര ഇതിനൊന്നും ശരിയായ നേരം ഇതല്ലെന്നും വിവാഹം നടക്കണമെന്നും പറയുന്ന കേട്ട് നിക്കിയുടെ പ്രതികരണമോ, റേച്ചലിൻ്റെ കല്യാണത്തോട് വലിയ താല്പര്യം കഴിഞ്ഞ ദിവസങ്ങളൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഈ ശാപത്തെ പേടിച്ച് ചെയ്യേണ്ട ഒന്നല്ലല്ലോ വിവാഹം. അങ്ങനെ ഇരുവരും വഴക്കായി റേച്ചലിനെ സ്നേഹിക്കാൻ ഭയങ്കര പാടാണെന്നും എപ്പോഴും എന്ത് മോശം സംഭവിക്കാൻ പോകുന്നു എന്നവളുടെ അനാവശ്യമായ പേടിയാണ് അതിന് കാരണമെന്ന് നിക്കി കുറ്റപ്പെടുത്തുന്നു. അവിടെ വെച്ചാൽ മറ്റൊരു ബോംബ് കൂടി പൊട്ടിക്കുകയാണ്. താൻ ഒരിക്കലും റേച്ചൽ പറഞ്ഞ ശാപത്തിൽ വിശ്വസിച്ചിട്ടേയില്ല. അവൾക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ടുണ്ടായ തോന്നലുകൾ മാത്രമാണ് ആ ശാപം. ആ ശാപത്തെ പേടിച്ച് മാത്രമാണ് അവൾ വിവാഹത്തിന് സമ്മതിച്ചെന്നും അവൻ ആരോപിക്കുന്നു. പുറത്തുനിന്നേരം വന്നിരിക്കുന്നവർ കല്യാണം നടക്കുമോ, സാമ്പാർ ഒഴുത്തി മുടയിട്ട് വരുമോ, എന്നാൽ ഗിഫ്റ്റ് തിരികെ കൊണ്ടുപോകാം എന്ന ചർച്ചകളിലാണ്. വിക്ടോറിയയുടെ ഡാർക്ക് സീക്രട്ട് നിക്കയോട് തുറന്നു പറഞ്ഞതിന് ബോറിസിന് ഇനി കേൾക്കാനൊന്നുമില്ല. തൻ്റെ മകൻ ഇനി ഒരിക്കലും തന്നെ പഴയതുപോലെ സ്നേഹിക്കില്ലെന്നുള്ള കടുത്ത അമർഷവും അവർക്കുണ്ട്. കല്യാണ സാഹസമായിട്ട് അത് പ്രകടിപ്പിക്കാനും പറ്റുന്നില്ല. ചെക്കനും പെണ്ണും തമ്മിൽ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് സമാളിക്കുമ്പോൾ പോർഷ്യ മുറിയിലേക്ക് വരുന്നുണ്ട്, എന്തായി കല്യാണം നടക്കുമെന്നറിയാൻ.
അവരാകട്ടെ ഇവളെ തള്ളിമാറ്റി കഥ അടച്ച് വീണ്ടും വഴക്ക്. പെർഫെക്റ്റ് എന്ന് കരുതിയിരുന്ന തൻ്റെ മാതാപിതാക്കളുടെ രഹസ്യം നിക്കറിഞ്ഞപ്പോഴല്ലേ ഇപ്പോൾ വിവാഹത്തെ എതിർക്കുന്നത്. എന്നാൽ താൻ വിവാഹത്തിലെ ഇതുപോലുള്ള പ്രശ്നങ്ങളെപ്പറ്റി കഴിഞ്ഞ 3 വർഷമായി പറയാറുണ്ടായിരുന്നില്ലേ എന്ന് റേച്ചൽ പറഞ്ഞ് തർക്കം വളരെ മോശമായ രീതിയിലേക്ക് മാറുന്നു. ജൂൾസിൻ്റെലും വല്ലാത്ത പേടിയിലാണ്. കാരണം ഈ വിവാഹം നടന്നില്ലെങ്കിൽ ശാപം അവരുടെ കുടുംബത്തിലേക്ക് വന്നു ചേരും. മാത്രമല്ല ഡിവോഴ്സിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവരായതുകൊണ്ട് സോൾമേറ്റിലതെന്ന് ഉറപ്പിച്ചും കഴിഞ്ഞു. ശാപം തൻ്റെ മകൻ ജൂഡിലേക്ക് വന്നു ചേരുന്നതിൻ്റെ ഭയപ്പാടാണ് ജൂൾസിന്. അതേസമയം സമയം കഴിയാറാവുന്നു എന്ന് കണ്ട് അവിടെയുള്ള വിവാദരായ മറ്റതിഥികളോട് തങ്ങളുടെ പങ്കാളി തന്നെയാണോ സോൾമേറ്റ് എന്ന് ഇമ്മോർട്ടൽ വിറ്റ്നസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരോടുമായി. അതിലൊരു ഗേ കപ്പിൾസ് ഉണ്ട്. അവർ സോൾമേറ്റ്സ് അല്ലെന്ന് ഇയാൾക്ക് ആരും പറയാതെ തന്നെ അറിയാം. കാത്തു നിന്ന് മടുത്ത് ജൂൾസ് എന്നിട്ട് കഥ ഓർക്ക് നായിൻ്റെ മക്കളെ ഇനി 1 മണിക്കൂർ പോലും ഇല്ല സൂര്യാസ്തമയത്തിന് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയുമില്ല. അവരടിയോടടി. ഒടുവിൽ അവൻ രണ്ടും കൽപ്പിച്ച് വീടിൻ്റെ മാസ്റ്റർ കീ ഉപയോഗിച്ച് വാതിൽ തുറക്കുന്നു. ചടങ്ങിൻ്റെ ഒരുക്കങ്ങളും വിവാഹം കഴിഞ്ഞ ശേഷം മുറിക്കാനൊക്കെയുള്ള കേക്ക് ധൃതിക്ക് അവിടെ സെറ്റ് ചെയ്യുകയാണ്. കുടുംബമെല്ലാം മുറി തുറന്നെത്തുമ്പോൾ നിക്കി വിണങ്ങി പോകാൻ ഭാവിക്കുന്നു. കല്യാണം ഒരു മണ്ണം കെട്ടയും വേണ്ടെന്ന് പറഞ്ഞിട്ട് ജൂൾസ് പിടിച്ചിരുത്തി റേച്ചലിനോട് കാര്യം തിരക്കുമ്പോൾ നിക്കിക്ക് ഈ ശാപത്തിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് നിൽക്കുവാണെന്ന് പറയുന്നു. ജൂൾസിൻ്റെ എല്ലാം നിന്ന് നീ അത് കുടിച്ചോ, ശാപം നമ്മളെല്ലാം ബാധിക്കും എന്നൊക്കെ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. നിക്കിയുടെ മേൽ ഫെയ്ത്ത് ഉണ്ടായതുകൊണ്ട് കുടിക്കായിരുന്നു നിൽക്കെ ആര് പറഞ്ഞിട്ടും നിക്കി ഒരു രക്ഷയുമില്ല. ഒടുക്കം അവൻ്റെ അമ്മ വിക്ടോറിയ മകൻ്റെ അടുത്ത് വന്ന് അവരെ നോക്കി സംസാരിക്കുന്നതും നിക്കി ഇമോഷണലാവുന്നു. വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നതിനെ തുടർന്ന് ഒടുക്കം ആശ്വാസമെന്ന് പറയട്ടെ അവൻ കല്യാണത്തിന് സമ്മതിക്കുന്നു. നേരെ റേച്ചലിനടുത്തേക്ക് എല്ലാത്തിനും സോറി പറഞ്ഞ് വിവാഹത്തിന് ഓക്കെ ആണെന്ന് പറയുമ്പോൾ എന്താ അവളുടെ ഒരു ചിരി. ബട്ട് അത് പുച്ഛത്തോടെയുള്ള ചിരിയാണ്. ഞാൻ ഇത്രയും കാലം വായിട്ടടച്ച് പറഞ്ഞത് സ്നേഹിച്ചതൊക്കെ വെറുതെ, പറയുന്ന ശാപത്തിലും വിശ്വാസമില്ല, കെഞ്ചി പറഞ്ഞിട്ട് പോലും സമ്മതിക്കാത്ത കാര്യം ഇപ്പോൾ അവൻ്റെ അമ്മ വന്ന് ചോദിച്ചപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. റേച്ചലിന് ഇനി ഒരൊറ്റ റീപ്ലൈ ഉള്ളൂ. കാരണം സോൾമേറ്റ് ഇല്ലെന്ന് അവൾക്കിപ്പോൾ ഉറപ്പായി. തന്നെ മനസ്സിലാക്കുന്നവനല്ല നിക്കി. ഇനി അവനെ കല്യാണം കഴിച്ച് തൻ്റെ ജീവിതം കളയാൻ അവൾ ഒട്ടും തയ്യാറല്ല. ഇപ്പം എങ്ങനെ ഇരിക്കണേ? നിക്കിയുടെ ചന്തിക്കിട്ട് ഒരു കിക്ക് കൊടുക്കേണ്ട സമയം കഴിഞ്ഞ്. ആവശ്യമില്ലാതെ ഇത്രയും ഷോ ഇറക്കിയതും പോരാ. സൂര്യാസ്തമയം കഴിഞ്ഞിരിക്കുന്നു. ഇമ്മോർട്ടൽ വിറ്റ്നസിൻ്റെ വാച്ചിൽ സമയം 4:44 കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കും? ആഘോഷമേളങ്ങൾ, തകിട താളങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി അലയുന്ന മരണം, ഡെത്ത്. കാലൻ അവന് പണി തുടങ്ങാനുള്ള സമയം ഇതാ വന്നെത്തിയിരിക്കുന്നു. പെട്ടെന്നൊരു വലിയ ദുരന്തം സംഭവിക്കുന്നു. വിക്ടോറിയയുടെ മൂക്കിൽ നിന്നും ചോര. റേച്ചൽ ഇത് കണ്ട് പകച്ചു നിൽക്കെ അവിടെ നൃത്തം ചുവടുന്ന പലരുടെയും മൂക്കിൽ നിന്നും ചോര ഒഴുകാൻ തുടങ്ങുന്നു. എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ എണ്ണം കൂടി അവിടെ ചോര പുഴയാകുമ്പോൾ ഇതെല്ലാം കണ്ട് ഭയന്ന് ടേബിളിനടിയിൽ ഒളിച്ചിരിക്കുന്ന ജൂഡും. ആ ഗേ കപ്പിൾസിലുള്ള ആളൊക്കെ ചോര അങ്ങോട്ട് ചീറ്റുവാണ്. റേച്ചൽ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു. ഇതോടെ നിക്കിയുടെ കുടുംബത്തിലെ എല്ലാവരെയും രക്തബന്ധത്തിലെ സകലരെയും ആ ശാപം ബാധിച്ചിരിക്കുന്നു. അവിടെ വന്നിട്ടില്ലാത്തവർ പോലും ചോര വാർന്ന് വീഴുവാണ്. ഡാൻസ് ഫ്ലോർ മുഴുവൻ ചോരക്കളം. ആളുകൾ ഈച്ചകളെ പോലെ മരിച്ചു വീഴുമ്പോൾ ജൂൾസ് ഓടിച്ചെന്ന് ജൂഡിയെ കണ്ടെത്തി അവനെ ഈ ഭീകരത കാണാൻ വിടാതെ സുരക്ഷിതമായ ഒരു മുറിയിലേക്ക് പൂട്ടിയിടുന്നു. താനോ നെല്ലോ എന്ന് വിളിച്ചാൽ മാത്രമേ വാതിൽ തുറക്കാവൂന്ന് പറഞ്ഞിട്ട്. കട്ടിലിൽ കിടക്കുമ്പോഴും എന്തെന്നറിയാതെ ചോര വാർന്നൊഴുകുന്ന വിക്ടോറിയയെ ചുറ്റി നിൽക്കുന്ന കുടുംബം. എല്ലാറ്റിനും കാരണം നീയാണെന്ന് ജൂൾസ് നിക്കിയെ കുറ്റപ്പെടുത്തി കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ ഒരു പെട്ടെന്നുള്ള പരിഹാരത്തിനായി ജൂൾസ് നിർബന്ധിക്കുന്നു. പോർഷ്യ വെഗാസിൽ വെച്ച് വിവാഹം കഴിച്ചതാണെന്നും അവളും അപകടത്തിലാണെന്നും അവൻ വെളിപ്പെടുത്തുന്നു. ജൂൾസിൻ്റെ ബുദ്ധിയിൽ റേച്ചലിനെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ച് ഇത് നിർത്തിക്കാൻ പറയുന്നതിനെ തുടർന്ന് നിക്കി റേച്ചലിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. ഇന്നേരം റേച്ചൽ സ്തബ്ധയായി ഈ നടന്നതിൻ്റെയൊക്കെ ഷോക്കിൽ അങ്ങനെ നിൽക്കുവാണ്. എങ്ങനെയെങ്കിലും ഇത് തടയാനുള്ള അവസാന ശ്രമമായിരുന്നു അത്. അവൻ അവളുടെ മുന്നിൽ മുട്ടൂത്തിയെന്ന് വിവാഹമോതിരം അവളുടെ വിരലിൽ അണിയിച്ച് ഐ ഡു, ഞാൻ സമ്മതിക്കുന്നു എന്ന് പറയുന്നു. റേച്ചൽ ആകെ കൺഫ്യൂസ്ഡാണ്. ആ ഷോക്കിൽ നിന്ന് തിരിച്ചു വന്നവൾ ഇല്ല വേണ്ടാന്ന് പറയുന്നതിലും രക്ഷയില്ല. കാരണം അവൾ ഓൾറെഡി താല്പര്യമാണെന്ന് പറഞ്ഞ് നേരത്തെ തന്നെ മോതിരം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ ബോറിസ് അവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പ്രഖ്യാപിക്കുകയും ആ ഇമ്മോർട്ടൽ വിറ്റ്നസ് വിവാഹ സർട്ടിഫിക്കറ്റിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യുന്നു. എന്തായാലും ശാപത്തിൽ നിക്കി ഇപ്പോൾ വിശ്വാസമായി. നമ്മൾ സോൾമേറ്റ്സ് തന്നെയാണെന്ന് അവൻ അവളോട് പറയുന്നെങ്കിലും നിർഭാഗ്യം അവളുടെ കൂടെ തന്നെ കാലനായി ഉണ്ട്. ആ ശാപം നിക്കിയുടെ കുടുംബത്തിലേക്ക് സൂര്യൻ അസ്തമിച്ചപ്പോഴേ വന്നു കഴിഞ്ഞു. അതിനി മാറില്ല. വൈകാതെ പോർഷ്യയ്ക്കും ബ്ലീഡിംഗ് ഉണ്ടാവുകയാണ്. എന്നാൽ നമ്മളിനി കാണാൻ പോകുന്നത് ഞെട്ടിക്കുന്ന കാഴ്ച. നിക്കി റേച്ചലിൻ്റെ സോൾമേറ്റ് അല്ല, ഒരിക്കലും ആയിരുന്നില്ല. റേച്ചലിനും മൂക്കിൽ നിന്ന് രക്തം വരാൻ തുടങ്ങുന്നു. എല്ലാവരും കൺഫ്യൂഷനിൽ നിൽക്കെ അവിടെ നിക്കിയുടെ കുടുംബത്തിലുള്ള ചോര വാർന്നവരെല്ലാം ഇതിനോടൊപ്പം തന്നെ മരിച്ചു കഴിഞ്ഞു. റേച്ചൽ അവളുടെ അന്ത്യനിമിഷങ്ങൾ തിരിച്ചറിഞ്ഞ് വീടിന് നടുവിലായി പോയി നിൽക്കുമ്പോൾ പാവപ്പെട്ടവൾക്ക് ഈ ഗതി വരാൻ കാരണം ജൂൾസിൻ്റെ ആ മണ്ടനും ബുദ്ധിയും ഇമ്മോർട്ടൽ വിറ്റ്നസ് ഉൾപ്പെടെ അവളെ ഫോഴ്സ് ചെയ്ത് ചടങ്ങ് പൂർത്തിയാക്കിയതുകൊണ്ടാണ്. അങ്ങനെ റേച്ചലും ചോര വാർന്ന് ഭീകരമായി ഭയാനകമായി മരിച്ചു വീഴുമ്പോൾ പോർഷ്യയും വിക്ടോറിയയും ബോറിസുമെല്ലാം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ എന്ത് വിരോധാഭാസമെന്ന് നോക്കണം. ഡിവോഴ്സിന് നിന്നിരുന്ന ആ 2 പേർ ജൂൾസും നെല്ലും അവരുടെ മൂക്കിൽ നിന്ന് രക്തം പോയിട്ട് മൂക്കള പോലും വരുന്നില്ല.
കാരണം അവർ ദ റിയൽ സോൾമേറ്റ്സ് തന്നെയായിരുന്നു. ജൂഡിനൊപ്പം ഇരിക്കുമ്പോൾ ഒരു വിഷമവും ചെക്കൻ്റെ തലയ്ക്കും ആ ശാപം നിലനിൽക്കും. ഇവരെ കൂടാതെ ആ കല്യാണ വീട്ടിൽ പിന്നീട് ജീവനോടെ കാണുന്നത് നിക്കിയും ആ ഇമ്മോർട്ടൽ വിറ്റ്നസ്സും മാത്രം. പിന്നെ ഇവനും പട്ടി കല്യാണം കഴിക്കാത്തതുകൊണ്ട് സേഫാണ്. വേറെയും ചിലരുണ്ട്. അവർ മിക്കവരും തങ്ങളുടെ കണ്ണിഹാം കുടുംബത്തിലെ പങ്കാളി മരിച്ചതിൻ്റെ ഷോക്കിലും വേദനയിലുമാണ്. കണ്ടെയ്നർ വിളിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് വിറ്റ്നസ്. കാരണം അത്രയ്ക്കുണ്ട് കളക്ഷൻസ്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. കാലൻ നൂറ്റാണ്ടുകൾക്ക് ശേഷം അയാളുടെ മുന്നിൽ എത്തിയിരിക്കുന്നു ആ ജീവൻ കവരാൻ. അടുത്ത സൂര്യോദയം തുടങ്ങുന്നതും അയാളെ ഇമ്മോർട്ടൽ വിറ്റ്നസ് എന്ന ശാപത്തിൽ നിന്ന് മുക്തമാക്കുകയാണ് ജീവൻ കവർന്നുകൊണ്ട്. ഇനി ആ സ്ഥാനത്താരെ? റേച്ചലിൻ്റെ ജീവൻ തിരികെ വന്നിരിക്കുന്നു. മോനെ, എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ സംഭവം വളരെ സിമ്പിളാണ്. റേച്ചൽ വിവാഹം കഴിക്കാതെ പിന്മാറി. സൺസെറ്റ് കഴിഞ്ഞു. അത് പങ്കാളിയാവാൻ നിന്ന് നിക്കിയിലേക്ക് കൈമാറി. പണ്ട് ഈ വൃദ്ധനായ ഇമ്മോർട്ടൽ വിറ്റ്നസ് കല്യാണത്തിന് പേടിച്ച് പിന്മാറിയപ്പോൾ അയാളുടെ പതിവിലേക്ക് പകർന്ന പോലെ തന്നെ ശാപഫലം കണ്ടു തുടങ്ങിയതോടെ ഈ ജൂൾസിന് അപ്പോൾ തോന്നിയ ഒരു മാർഗം, അതിൽ കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ നിക്കിയെ തള്ളിവിട്ടപ്പോൾ ഈ റേച്ചൽ ഓൾറെഡി അടുത്ത ഇമ്മോർട്ടൽ വിറ്റ്നസിൻ്റെ സ്ഥാനം അലങ്കരിക്കാൻ റെഡിയായി കഴിഞ്ഞിരുന്നു. അതിന് വേണ്ടിയിരുന്നത് കാലിലെ കുറച്ച് സമയം മാത്രമായിരുന്നു നിലവിലെ ഇമ്മോർട്ടൽ വിറ്റ്നസ്സായ ആ വൃദ്ധൻ്റെ ജീവൻ എടുക്കാൻ. എന്നാൽ ഇതിനിടെ നിക്കി പിടിച്ച് മുതലമിട്ട് സാക്ഷിയും കയ്യൊപ്പിട്ടതോടെ കല്യാണം ഒഫീഷ്യലി കഴിയുകയും ചെയ്തു. മുന്നേ തന്നെ റേച്ചൽ അവളുടെ സമ്മതം അറിയിച്ച് മോതിരമിട്ട് വിവാഹം പാതി വരെയായി നിന്നായിരുന്നില്ലേ. ഇപ്പോൾ ഇങ്ങനെ നടന്നതോടെ എന്ത് സംഭവിക്കുന്നു? ശാപത്തിൽ വന്ന ഗ്ലിച്ച്. കല്യാണം കഴിഞ്ഞ് സോൾമേറ്റ് അല്ലെങ്കിൽ അവൾ മരിക്കും. നിക്കി അതല്ലാത്തതുകൊണ്ട് റേച്ചൽ മരിക്കുകയും ചെയ്തു. എന്നാൽ സൂര്യാസ്തമയത്തിന് മുന്നേ വിവാഹം തേച്ചതോടെ ഇമ്മോർട്ടൽ വിറ്റ്നസ് ആവേണ്ടിയിരുന്ന അവൾ ഒടുക്കം കാലനാവൃതിനെ മോക്ഷപ്പെടുത്തിയതോടെ ജീവനോടെ എഴുന്നേൽക്കുകയും ചെയ്തു. എങ്ങനെ? ഇനി കാലാകാലങ്ങളോളം നിക്കിയുടെ കുടുംബത്തിലെ വിവാഹങ്ങളും ഭീകരതകളും സാക്ഷ്യം വഹിച്ച് അലയാനുള്ള ദുർവീതിയുമായി. നിക്കി ജീവിച്ചിരിക്കുന്നതിൻ്റെ കാര്യം പിന്നെ അറിയാമായിരിക്കുമല്ലോ. സൺസെറ്റ് ടൈമിൽ അവൻ വിവാഹത്തിനല്ലായിരുന്നതുകൊണ്ട് ആൾ സേഫാണ്. പക്ഷെ അടുത്ത വിവാഹത്തിന് അതുണ്ടെങ്കിൽ അവിടെ റേച്ചൽ കാണും. ഇതുപോലല്ല, അതുപോലെ. പോർഷ്യ മരിക്കുന്നത് നോക്കി നിൽക്കാനല്ലാതെ നിക്കിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവൻ റേച്ചലിൻ്റെ മൃതദേഹം കണ്ടെത്തുകയും കടുത്ത ദുഃഖത്തിലാവുകയും ചെയ്യുന്നു. ആകെ തളർന്നു പോയ അവൻ തൻ്റെ മുറിയിലേക്ക് മടങ്ങുന്നു. ജീവനോട് തിരിച്ചു വരുന്ന റേച്ചലിനെ കണ്ട് നിക്കിക്കൊന്ന് പ്രതികരിക്കാൻ പോലും കഴിയാത്ത വിധം മനസ്സ് മരവിച്ചു പോയിരിക്കുന്നു. അവളുടെ സമയം എന്തായാലും അവിടെ അവസാനിച്ചു. ഇനി അവിടെ നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന വഴിയിൽ ജൂഡിനെ കാണുകയാണ്. നടന്നതിനെല്ലാം, അതെല്ലാം ഈ പിഞ്ച് പൈതലിനെ കാണേണ്ടി വന്നതിൽ അവൾക്ക് സഹിക്കാൻ കഴിയാത്ത ദുഃഖമുണ്ട്. നീ വലുതാകുമ്പോൾ ആരെ വിവാഹം കഴിക്കണം എന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണമെന്ന് അവൾ അവന് ഉപദേശം നൽകുന്നു. എങ്കിലും പേടിക്കേണ്ടതില്ലെന്നും താൻ അവിടെ ഉണ്ടാകുമെന്നും അവൾ അവന് ഉറപ്പ് നൽകി നേരെ ആ വൃദ്ധനടുക്കിലേക്ക് ചെന്ന് അയാളുടെ സാധനങ്ങൾ പലതും എടുക്കുവാണ്. കാരണം ഇനി അവളുടെ ഊഴമാണ്. ജസ്റ്റ് മാരീഡ് എന്ന ട്രക്കിൽ കയറി അവൾ അവളുടെ പുതിയ ദുർവിധിയിലേക്ക് ജോയിൻറ്റും വലിച്ച് പാട്ടും കേട്ട് യാത്രയാകുമ്പോൾ സംതിങ് റിയലി ബാഡ് ഹാപ്പൻ ദെയർ അല്ലേ? റേച്ചൽ നിക്കിയെ അതിയേറെ സ്നേഹിച്ചിരുന്നു. അവൻ തന്നെയാണ് തൻ്റെ സോൾമേറ്റ് എന്നുള്ള ആത്മാർത്ഥമായി വിശ്വസിച്ചു. ശാപത്തെ നോക്കാതെ റിയാലിറ്റിയിലേക്ക് നോക്കി ചിന്തിച്ച് അവൾ ആ വിശ്വാസത്തിൽ, ഫെയ്ത്തിലാണ് അൾത്താരയിലേക്ക് കയറിയത്, ആ കലയ്ക്ക് വെച്ചത് കുടിക്കാതെ. പക്ഷെ നിക്കി അവിടെ ഉഴപ്പിയപ്പോഴേക്കും ഓരോന്ന് തകിടം മറിയാൻ തുടങ്ങി. തുടർന്ന് നടന്ന സംസാരത്തിലൂടെ നിക്കി തന്നെ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ലായിരുന്നു. ശാപത്തെക്കുറിച്ച് പറഞ്ഞത് ഒന്നും തന്നെ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ലെന്ന് മനസ്സിലാവുന്നതും ഇവിടെയാണ്. അവളെപ്പോഴും എന്തോ മോശം സംഭവിക്കാൻ പോകുന്ന പോലെ പാരനോയിഡ് ആണെന്ന് നിക്കി പൊട്ടിത്തെറിച്ചോടെ അവൾക്ക് ബോധ്യമാകാൻ തുടങ്ങി ഇത് എൻ്റെ സോൾമേറ്റ് അല്ലെന്ന്. ഒടുക്കം എന്തായാലും വിക്ടോറിയ ആഗ്രഹിച്ച പോലെ തന്നെ നടന്നില്ലയോ? പക്ഷേ ഒരു ലൂപ്പ് ഹോൾ ആരും ഓർത്തില്ല. റേച്ചൽ വിവാഹം കഴിക്കുമ്പോൾ ആ സോൾമേറ്റ് അല്ലെങ്കിൽ അവൾ മരിക്കും. വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞാൽ അത് താൻ സ്നേഹിക്കുന്ന നിക്കിയിലേക്കും അവൻ്റെ കുടുംബത്തിലേക്കും പകരും എന്ന് നമ്മൾ അറിഞ്ഞതാണ്. പക്ഷേ അവൾ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിലോ? എൻഗേജ്മെൻറ്റോ കല്യാണമോ ഒന്നും നടത്താതെ ആ വീട്ടിലേക്ക് വരും മുന്നേ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ തുടർന്നാൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. റേച്ചലിന് ശാപം ഉണ്ടാവും തീർച്ചയായും. പക്ഷെ അത് ട്രിഗർ ആവുന്നത് വിവാഹ കാര്യത്തിലേക്ക് എത്തുമ്പോൾ മാത്രമായിരിക്കും. ആ നെട്ടോട്ടത്തിനിടയ്ക്ക് റേച്ചലിനോട് ഇതേക്കുറിച്ച് ആരും പറഞ്ഞു കൊടുത്തതുമില്ല. എനിക്കാണെങ്കിൽ വേറൊരു കല്യാണം ഉണ്ടായിരുന്നു. സോൾമേറ്റ്സ് എന്നാൽ എന്താണ്? പരസ്പരം പൂർണ്ണമായി മനസ്സിലാക്കുക, പരസ്പര വിശ്വാസം, സത്യസന്ധരാവുക, ബി ഹോണസ്റ്റ്. നിക്കി റേച്ചൽ ജോഡിയിൽ അത് ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും അവിടെ തരണം ചെയ്ത് നിൽക്കുന്ന നെല്ലിൻ്റെയും ജൂൾസിൻ്റെയും കാര്യം ശ്രദ്ധിച്ചിരുന്നോ? അവർ പരസ്പരം മനസ്സിലാക്കുന്നവരാണ്. അവർക്കിടയിൽ കള്ളങ്ങളില്ല, ഹോണസ്റ്റാണ്. റേച്ചലിനെ ചുംബിച്ചതുപോലും ജൂൾസിനോട് അന്ന് തന്നെ പറയുന്നത്ര ഹോണസ്റ്റ്. ഈ പാർട്ട്നേഴ്സ് പരസ്പരം തുറന്ന മനസ്സുള്ളവരാണ്. കഥയുടെ തുടക്കത്തിൽ റേച്ചൽ വരുന്ന വഴിക്ക് ആ ബാത്റൂമിൽ ഒരു കൂർക്കൻ ചത്തു കിടക്കുന്നത് കണ്ടു. അതും വയറ്റിലായി ജനിക്കാത്ത കുഞ്ഞുങ്ങളുമായി. ഇതൊന്ന് ശ്രദ്ധിച്ച് ചിന്തിച്ചാൽ റേച്ചലിൻ്റെ അമ്മ വിക്ടോറിയയുടെ ഒരു റെപ്രസെൻറ്റേഷൻ ആണത്. അവരുടെ മരണവും ഇതുപോലെ തന്നെ ഉള്ളിലൊരു കുഞ്ഞുള്ളപ്പോഴായിരുന്നില്ലേ? കുറുനാരിയുടെ കാര്യത്തിൽ നിക്കിയും ബോറിസും തേടിപ്പോയി വന്നില്ലേ? ആദ്യമേ അത് നിക്കി വെച്ച കെണിയിൽ പെട്ടെങ്കിലും കാലൊടിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ഇനി ജീവിക്കുകയാണെങ്കിൽ കാലില്ലാതെ ഒരു നരകജീവിതമായിരിക്കാനുള്ള ദുർവിധിയാണ് തന്നെ. ഇവിടെ റേച്ചലിൻ്റെ കാര്യം അതുതന്നെയല്ലേ? കാലിൻ്റെ ചെറുവിരൽ നഷ്ടപ്പെട്ടു. ആദ്യമേ നിക്കിയുടെ കെണിയിൽ പെട്ടെങ്കിലും അവൾ രക്ഷപ്പെട്ടു. ബട്ട് അറ്റ് വാട്ട് കോസ്റ്റ്?
ജീവൻ തിരികെ വന്ന് അവൾ കാറിൽ കയറി പോകുമ്പോൾ ഇതേ കുറുക്കൻ അവിടെ സർവൈവ് ചെയ്ത് നിൽക്കുന്നതും കാണാം. എന്തായാലും അവൾ അങ്ങനെ അങ്ങ് പോവുകയാണെങ്കിലും മുന്നത്തെ പോലുള്ള ഇമ്മോർട്ടൽ വിറ്റ്നസ് ആയിരിക്കില്ല. ഇതുപോലുള്ള ദുരന്തങ്ങൾ തടയാൻ അവൾ ആവുന്ന പോലെ ശ്രമിക്കുമെന്നതിൻ്റെ സൂചനയാണ് ജൂഡ് മൊത്തുള്ള ആ സംസാരം. ഒരു ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? റേച്ചൽ ജനിക്കുന്നത് ചോരയിൽ കുളിച്ചാണ്, വിക്ടോറിയയുടെ വയറ് കയറിയിട്ട്. അവസാനം വരുമ്പോൾ അവളുടെ റീബർത്തും അതേപോലെ തന്നെ ചോരയിൽ മുങ്ങിക്കൊണ്ട്. റേച്ചൽ അവൾ കണ്ടിട്ടില്ലാത്ത അറിയാത്ത ആ കസ്റ്റർഡ് ഷോപ്പിൻ്റെ ലോഗോ വരച്ചതിന് കാരണം അവളുടെ അമ്മ അത് കണ്ടിട്ടുണ്ട്. ശാപമുള്ള കുടുംബത്തിലുള്ള ഒരു കണക്ഷൻ പോലെ ഇത് സംഭവിച്ചപ്പോൾ ക്യാബിനിലെത്തിയ അലക്സാണ്ട്രയ്ക്ക് ദേജാവു അടിച്ചതും വളർന്നു വലുതായി നിൽക്കുന്ന മകളെ അവിടെ കണ്ടപോലുള്ള സ്വപ്നം കണ്ടതും അതിൻ്റെ ഒരു ഉദാഹരണമാണ്. എന്തിനാണോ അവനെ സീരിയൽ കില്ലർ ലാരി പോൾ കോഡി സ്റ്റോപ്പ് ടീച്ചറിനെ കുറിച്ചൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചാൽ അതൊരു വഴി തിരിച്ചുവിടൽ മാത്രമായിരുന്നു. ആരാണ് സോറിമാൻ, ഇനി അയാളെങ്ങാനുമാണോ ഇതിന് പിന്നിൽ എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ചുമ്മായിട്ട് കുറേ സൂചനകൾ. ഒന്ന് നോക്കിയാൽ വിവാഹത്തെ ഒരു കെണിയായാണ് കാണിച്ചിരിക്കുന്നത്. പെർഫെക്റ്റ് പ്രണയത്തിനും ആത്മമിത്രത്തിനും വേണ്ടിയുള്ള സമൂഹത്തിൻ്റെ സമ്മർദ്ദം എങ്ങനെ ഒരു ബന്ധത്തിനെ തകർക്കും എന്നിത് കാണിച്ചു തരുന്നു. ഇടയ്ക്ക് കഥ അല്പം കോമഡി കലർന്ന ഡ്രാമയെ മാറിയെങ്കിലും ക്ലൈമാക്സ് കണ്ണു തെളിക്കുന്ന പോലെ ഹൊറിഫിക്കായിരുന്നു. ഒപ്പം കഥയുടെ പശ്ചാത്തലത്തിന് ചേർന്ന നല്ലൊരു അന്ത്യവും. എന്തായാലും കുറേ ഈസ്റ്റർ എഗ്ഗുകളുടെ കഥയാണിത്. നിങ്ങളിതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തിയിട്ട് പറയണേ. അപ്പോൾ പുതിയൊരു ഞെരുപ്പിന് എക്സ്പീരിയൻസുമായി സീ യു സൂൺ ഗൈസ്. ടേക്ക് കെയർ, ലവ് യുവർ സോൾ ആൻഡ് സീ യു.